സർക്കാർ ഉദ്യോഗസ്ഥനാണ് കഞ്ഞിക്കുഴി സ്വദേശി സിജി. ലീഗൽ മെട്രോളജി വകുപ്പിലെ ജീവനക്കാരൻ. സർക്കാർ ജോലിയുണ്ടെങ്കിലും സ്നേഹം കൃഷിയോടാണ്. അതുകൊണ്ട് തന്നെ എന്ത് പച്ചക്കറിയുടെ വിത്ത് കിട്ടിയാലും സിജി അത് വീട്ടിലെത്തിച്ച് കൃഷി ചെയ്യും. ഒരു മൂന്നാർ യാത്രക്കിടെയാണ് സിജി ക്യാരറ്റിൻ്റെ വിത്ത് കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അത് വാങ്ങി കഞ്ഞിക്കുഴിയിലെ വീട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ഗ്രോ ബാഗിൽ മണ്ണും ചാണകവും ചാരവും ഒക്കെ ചേർത്ത് ക്യാരറ്റിൻ്റെ വിത്ത് പാകി. ഗ്രോ ബാഗിലെ കൃഷിയിൽ ലഭിച്ചത് മികച്ച വിളവ്. ഇതോടെ ക്യാരറ്റ് കൃഷി വ്യാപകമാക്കാൻ സിജി തീരുമാനിച്ചു. കൂട്ടിന് അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബവും കൂടി. ഒരു 2 വർഷം മുന്നേ പരീക്ഷണത്തിന് കൃഷി ചെയ്തിരുന്നത്. അത് അധികമായിട്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു 3 ട്രിപ്പിന് പോയപ്പോൾ അവിടെ നിന്ന് വിത്ത് വാങ്ങിച്ച് അത് തണുപ്പ് കിട്ടാൻ വേണ്ടി കൃത്രിമമായിട്ട് ഗ്രോ ബാഗ് പോലെ വളമൊക്കെ അറച്ച് ചെയ്തത്. അന്നൊരു 10-150 ചൂടെ ചെയ്തുള്ളായിരുന്നു. പിന്നെ ഈ വർഷം ഞാൻ ഇച്ചിരി ഏരിയ കൂട്ടി ഒരു 10,500 ചൂട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പഴയ രീതി ചെയ്തിട്ടില്ല, ഗ്രോ ബാഗിലൊന്നും ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ മണ്ണിൽ ബെഡ് കോരി കച്ചാൽ കോരി അതിലാണ് ചെയ്തിരിക്കുന്നത്. കഞ്ഞിക്കുഴിയിലെ ചൊരിമണലിൽ 2000 ചുവടുകളിലായി ക്യാരറ്റ് വിത്തുകൾ പാകി. ജൈവവളം മാത്രം നൽകി ക്യാരറ്റ് ചെടികളെ നോക്കി വളർത്തി. എന്നാൽ 45 ദിവസത്തിനുള്ളിൽ ചെടികൾ വളർന്ന് പന്തലിച്ചു. 90 ദിവസം എത്തിയതോടെ നല്ല ഒന്നാം തരം ക്യാരറ്റ് സിജിയുടെയും കുടുംബത്തിൻ്റെയും കൈക്കരുത്തിൽ വിളഞ്ഞു. മറ്റു പച്ചക്കറി കൃഷികളെ അപേക്ഷിച്ച് ക്യാരറ്റ് കൃഷിക്ക് കീടബാധ വളരെ കുറവാണെന്നാണ് സിജിയുടെ അനുഭവഭാഷ്യം. കീടങ്ങൾ പൊതുവെ ഇതിന് കുറവാണ്. പിന്നെ ജസ്റ്റ് ഒരു ചെറിയ ഇല പുള്ളി പോലെ വന്നിട്ട് സ്യൂഡോമോണസ് കളിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഈ വേപ്പം പിണ്ണാക്കിയിട്ടപ്പോൾ ആ കീടങ്ങളുടെ ശല്യമൊക്കെ മാറിയായിരുന്നു. പിന്നെ അതിന് പ്രത്യേകിച്ച് കീടങ്ങളായിട്ട് തോന്നിയില്ല. ഇപ്പം നമ്മൾ ഇത്ര ഏരിയ ഉണ്ടാകാൻ അറിയത്തില്ല, എങ്കിലും കുഴപ്പമില്ല. ആദ്യമായി കിട്ടിയ വിളവിൽ അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും നൽകിയതിൻ്റെ ബാക്കി പൊതുജനങ്ങൾക്ക് വിൽക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം. കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇവ വിൽപ്പനയ്ക്കെത്തിക്കാനാണ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഈ കർഷകൻ്റെ നീക്കം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.